ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്പെഷ്യലി BSc നഴ്സിംഗ് പഠിക്കുന്നവർക്ക് ഫസ്റ്റ് ഇയർ അനാട്ടമി ഫിസിയോളജി അതിൽ അനാട്ടമി പഠിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് ബോൺസിനെ പറ്റി പഠിക്കുന്നത്. സ്കെലിറ്റൽ സിസ്റ്റത്തെ പറ്റി പഠിക്കുമ്പം നമ്മൾ ആദ്യം പഠിക്കുന്ന കാര്യമാണ് ബോൺസ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അസ്. അപ്പോൾ ബോൺസിൻ്റെ ക്ലാസിഫിക്കേഷനാണ് എല്ലാവർക്കും എപ്പോഴും മാറിപ്പോകുന്നത്. അപ്പം നമുക്കിന്ന് ബോൺസിനെ പറ്റി പഠിക്കാം. ടോട്ടൽ നമ്മുടെ ബോഡിയിൽ 206 ബോൺസ് ആണുള്ളത്. നമ്മൾ ജനിക്കുന്ന സമയത്ത് 275 ബോൺസ്, അറ്റ് ബർത്തിൽ 275 ബോൺസ് ആണുള്ളത്. പിന്നീട് അത് ഓസിഫൈ ചെയ്ത് അത് ജോയിൻ ചെയ്ത് 206 ആയിട്ട് മാറുന്നു ബോൺസ്. ഈ ബോൺസിനായി മെയിൻലി ബോൺസ് സെൽസ് ആയിട്ട് 3 എണ്ണമാണ് ഉള്ളത്: ഓസ്റ്റിയോബ്ലാസ്റ്റ്, ഓസ്റ്റിയോസൈറ്റ്സ് ആൻഡ് ഓസ്റ്റിയോക്ലാസ്റ്റ്. ഇത് മൂന്നും കൂടെ ചേരുന്ന സെൽസ് ഫോം ആവുന്ന അവസ്ഥേനെയാണ് നമ്മൾ ബോൺസ് എന്ന് പറയുന്നത്. ബോൺസിൻ്റെ അകത്ത് സെൽസ് ഉണ്ട്, അത് 3 തരം: ഓസ്റ്റിയോബ്ലാസ്റ്റ്, ഓസ്റ്റിയോസൈറ്റ്സ് ആൻഡ് ഓസ്റ്റിയോക്ലാസ്റ്റ്. ഇനി നമ്മൾ ബോണിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കാം. ബോൺസിനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആക്സിയലും ഉണ്ട്, അപ്പെൻഡിക്കുലാറും ഉണ്ട്. ആക്സിയൽ മെയിൻലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കള്ളും തൊറാസിക് കേജും വെർട്ടിബ്രയും ചേർന്ന് വരുന്ന സ്ഥലങ്ങളെയാണ് നമ്മൾ ആക്സിയലായിട്ട് തിരിച്ചിരിക്കുന്നത്. ഇനി അപ്പെൻഡിക്കുലാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോൾഡർ ഗ്രിഡ്ജ്, അപ്പർ എക്സ്ട്രിമിറ്റീസ് ആൻഡ് ലോവർ എക്സ്ട്രിമിറ്റീസ്. ഈ ഷോൾഡർ ഗ്രിഡ്ജ് നമുക്ക് പരിചയമില്ലാത്തൊരു വാക്കല്ലേ. ഷോൾഡർ ഗ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ക്ലാവിക്കിൾസാണ് നമുക്ക് മെയിൻലി ഉള്ളത്. അതും 2 സ്കാപ്പുലയുണ്ട്. ഈ 2 സ്കാപ്പുലയും ചേരുന്ന ആ ഭാഗത്തിനെയാണ് നമ്മൾ ഷോൾഡർ ഗ്രിഡ്ജ് എന്ന് പറയുന്നത്. ഷോൾഡർ ഗ്രിഡ്ജ് അല്ലെങ്കിൽ ഷോൾഡർ ഗ്രിഡിൽ എന്നും പറയും നമ്മൾ. 2 ഹാൻഡ്സും സേക്രവും 2 ലെഗ്സും ചേരുന്നതാണ് അപ്പെൻഡിക്കുലാർ എന്ന് പറഞ്ഞ പോർഷന്. അപ്പോൾ നമ്മൾ പഠിച്ചു ബോൺസിന് 2 തരത്തിലുള്ളതുണ്ട്. ആക്സിയലും അപ്പെൻഡിക്കുലാറും ഉണ്ട്. ആക്സിയൽ എന്ന് പറഞ്ഞാൽ സ്കള്ളും തൊറാസിക് കേജും വെർട്ടിബ്രയും ചേരുന്നതാണ്, അതായത് സ്കള്ളും റിബ്സും ചേരുന്നത്. പിന്നെ അപ്പെൻഡിക്കുലാർ 3 എണ്ണം ഉണ്ട്: ഷോൾഡർ ഗ്രിഡിൽസ്, അപ്പർ എക്സ്ട്രിമിറ്റീസ്, ലോവർ എക്സ്ട്രിമിറ്റീസ്. ഇനി ആക്സിയലിനകത്ത് വരുന്നതാണ് ഓരോന്ന് എടുത്തെടുത്ത് പറയാം. ആക്സിയലിനകത്ത് വരുന്ന നമ്മൾ പറഞ്ഞു സ്കള്ള്, തൊറാസിക് കേജ്, വെർട്ടിബ്ര എന്ന് പറഞ്ഞു. ഈ സ്കള്ളിൻ്റെ അകത്ത് വരുന്നതാണ് ക്രേനിയം, ഫേഷ്യൽ ബോൺസ്, ഓഡിറ്ററി ഓസിക്കിൾസ്. 3 എണ്ണമാണത്. ക്രേനിയം എന്ന് പറഞ്ഞാൽ അതിനകത്ത് 8 ബോൺസ് ഉണ്ട്. ഫേസിലോട്ട് വരുമ്പം തലേനേക്കാളും വലുതാണ്, അപ്പോൾ ഒരുപാട് ബോൺസ് ജോയിൻ ചെയ്താണ്. അപ്പോൾ 14 ബോൺസാണ് അവിടെ ഉള്ളത്. പിന്നെ ഓഡിറ്ററി ഓസിക്കിൾസ് എന്ന് പറഞ്ഞാൽ 6 ബോൺസ്. അത് നമ്മുടെ ചെവീൻ്റെത്. മറ്റേത് തലയ്ക്ക്, പിന്നെ മുഖത്ത്, പിന്നെ ചെവി. ഇതെല്ലാം കൂടി ചേരുന്നതാണ് നമ്മൾ പറഞ്ഞത് എന്താ ഈ ആക്സിയലിനകത്തെ സ്കള്ളെന്ന് പറയുന്നത്. ഇനി ക്രേനിയത്തിൻ്റെ അകത്ത് വരുന്ന ബോൺസാണ്. ക്രേനിയത്തിൻ്റെ അകത്ത് നമ്മൾ 8 ബോൺസ് ഉണ്ടെന്ന് പറഞ്ഞു. ആദ്യം വരുന്ന ഫ്രണ്ടിൽ വരുന്നതാണ് ഫ്രണ്ടൽ ബോൺസ്. പിന്നെ പെറൈറ്റൽ ഉണ്ടെന്ന് പറഞ്ഞു അതിൻ്റെ പുറകിലായിട്ട്. പിന്നെ അതിൻ്റെയും പുറകിലായിട്ട് വരുന്നതാണ് ഓസിപ്പിറ്റൽ ബോൺസ്. ഈ 3 ബോൺസുമാണ് നമുക്ക് മെയിൻലി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബോൺസ്. പിന്നെ നമ്മുടെ തലയുടെ 2 സൈഡിൽ വരുന്നതാണ് ടെമ്പറൽ ബോൺസ്. പിന്നെ വരുന്നതാണ് സ്പിനോയിഡ് ബോൺസ്, പിന്നെ എത്തമോയിഡ് ബോൺസ്. ഈ 8 ബോൺസ് ചേരുന്നതാണ് നമ്മുടെ ക്രേനിയം എന്ന് പറയുന്നത്. ഈ ക്രേനിയത്തെ പറ്റി നമ്മൾ ഒരുപാട് പഠിക്കണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. പിന്നെ ഫേഷ്യൽ ബോൺസ് മുഖത്തേക്ക് വരുമ്പോഴത്തേക്കിനും ആദ്യം വരുന്ന മൂക്കിൻ്റെ അവിടെ ഉള്ള നെയ്സല്, പിന്നെ കണ്ണിൻ്റെ 2 സൈഡിലും ഉള്ളത് കണ്ണീർ തുള്ളികൾ വരുത്തുന്ന ബോണാണ് ലാക്രീമിയൽ. കണ്ണീർ തുള്ളികൾ അവിടെ നിന്നാണ് വരുന്നത്, ലാക്രീമിയൽ ബോൺസ്. കണ്ണീർ തുള്ളികളുടെ അവിടെയുള്ള ബോൺസാണ് ലാക്രീമിയൽ എന്ന് പറയുന്നത്. പിന്നെ പ്ലാന്റൈൽ, കണ്ണ് അവിടെ പ്രോപ്പർ പൊസിഷനിൽ വരുന്നതിന് കാരണം പ്ലാന്റൈൽ എന്ന് പറഞ്ഞ ബോണാണ്. പിന്നെ ഇൻഫീരിയർ നേസൽ കോൺച. ഇൻഫീരിയർ നേസൽ കോൺച എന്ന് പറഞ്ഞാൽ ഈ നേസൽ ബോൺസിൻ്റെ അകത്തുള്ള ഒരു ബോൺസാണ്. പിന്നെ മാൻഡിബിൾസ്, 2 മാൻഡിബിൾസ് ആണ് നമുക്കുള്ളത്. പിന്നെ വോമർ ബോണ്, മാക്സില, സൈഗോമാറ്റിക് ബോൺസ്. ഇത്രയും ബോൺസ് ചേർന്നാണ് ഫേഷ്യൽ ബോണ്. ഫേസ് ഒരു പ്രോപ്പർ പൊസിഷനിൽ ഇരിക്കണമെങ്കിൽ ഈ 14 ബോൺസും കറക്റ്റ് പൊസിഷനിൽ വരണം. പിന്നെ ഇനി അടുത്ത് വരുന്നതാണ് തൊറാസിക് കേജ്. തൊറാസിക് കേജ് എന്ന് പറഞ്ഞാൽ അത് റിബ്സ് ആണ് അതിൻ്റെ അകത്ത് വരുന്നത്. മെയിൻലി റിബ്സ്, അത് 12 പെയർ ഓഫ് റിബ്സ് ആണ് നമുക്കുള്ളത്. അത് പിന്നെ നമ്മൾ വലുതായിട്ട് തൊറാസിക് കേജിനെ പറ്റി നമ്മൾ വലുതായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. പിന്നെ വരുന്ന 3ാമത്തേതാണ് വെർട്ടിബ്രേസ്. വെർട്ടിബ്രേസ് തന്നെ ഉള്ളത് 4 എണ്ണമാണ്: സെർവിക്കൽ, പിന്നെ തൊറാസിക്, ആംബ്ലാർ, സേക്രൽ. വെർട്ടിബ്രേസ് 8 എണ്ണമാണ്, തൊറാസിക് 12 ഉണ്ട്, ആംബാർ 5 എണ്ണം ഉള്ളത്, പിന്നെ സേക്രൽ 5 എണ്ണം. ഇത്രയാണ് വെർട്ടിബ്രേസിൽ വരുന്നത്. അതിനൊരു പടമുണ്ട്, അത് ഇമ്പോർട്ടൻ്റ്. നമ്മൾ വരച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് മാക്സിമം മാർക്ക് അവിടെ നിന്ന് കിട്ടും. പിന്നെ ഹയോയിഡ് ബോൺ എന്ന് പറഞ്ഞാൽ അത് സിംഗിൾ ബോണാണ് നെക്കിൻ്റെ അവിടെ. അത് കോമൺലി യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ
തൈറോയ്ഡൊക്കെ സർജറി ചെയ്യുമ്പോഴാണ് ഈ ബോൺസിന് യൂസ് ചെയ്യുന്നത്, ഈ ബോൺസിൻ്റെ ആവശ്യം വരുന്നത്. പിന്നെ ഈ സ്റ്റേണത്തിലോട്ട് വരുമ്പം അവിടെ മാനുബ്രിയം ഉണ്ട്, പിന്നെ സ്റ്റേണൽ ബോഡി ഉണ്ട്, സൈഗോയിഡ് പ്രോസസ്സ് ഉണ്ട്. ഇത് മൂന്നും ചേരുന്നതാണ് സ്റ്റേണം എന്ന് പറയുന്നത്. സ്റ്റേണം ഇതിനകത്ത് ലാസ്റ്റ് പോർഷനാണ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ആക്സിയൽ ബോണിൻ്റെ ഭാഗങ്ങളാണ്. ഇനി അപ്പെൻഡിക്കുലർ ബോൺ. അപ്പെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഷോൾഡർ ഗ്രിഡ്ജ്, അപ്പർ എക്സ്ട്രിമിറ്റീസ്, ലോവർ എക്സ്ട്രിമിറ്റീസ് ചേർന്നതാണ്. ഈ ഷോൾഡർ ഗ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ അവിടെ ഷോൾഡറിൽ വരുന്ന എന്താ, അവിടെയൊക്കെ എന്തൊക്കെയുള്ളത്, ക്ലാവിക്കിൾസ് ഉണ്ട്, 2 സ്കാപ്പുലാർ ബോൺസും ഉണ്ടെന്ന് പറഞ്ഞു. ഇനി വരുന്നതാണ് ഷോൾഡർ ഗ്രിഡ്ജിൻ്റെ കാര്യം. ഇപ്പം നമ്മൾ പറഞ്ഞു. ഇനി അപ്പർ എക്സ്ട്രിമിറ്റീസും ലോവർ എക്സ്ട്രിമിറ്റീസും. അപ്പർ എക്സ്ട്രിമിറ്റീസിന് തന്നെ 2 ഹ്യൂമർ ബോണുകളുണ്ട്, റേഡിയസ് 2 റേഡിയൽ ബോൺസ് ഉണ്ട്, ഒരു അൾനാർ 2 അൾനാർ ബോൾ ഉണ്ട് 2 കയ്യിൽ വെച്ച്. പിന്നെ കാർപ്പൽസ് 16 കാർപ്പൽസ് ചേരുന്നുണ്ട്, കാർപ്പൽസിൻ്റെ അടുത്തുള്ളതാണ് മെറ്റാകാർപ്പൽസ്. പിന്നെ ഫാലഞ്ചസ് ഇത്രയും കൂടെ, ഫാലഞ്ചസ് 28 ഉണ്ട്. ഇത്രയും കൂടെ കൂടുന്നതാണ് അപ്പർ എക്സ്ട്രിമിറ്റീസ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നതാണ് പെൽവിക് ഗ്രിഡിൽസ്. പെൽവിക് ഗ്രിഡ്ജ് എന്നും പറയും, പെൽവിക് ഗ്രിഡിൽസ് എന്നും പറയും. അത് മെയിൻലി 2 ഹിപ്പ് ബോൺസിനെയാണ് നമ്മൾ പെൽവിക് ഗ്രിഡിൽസ് എന്ന് പറയുന്നത്. പിന്നെ ലോവർ എക്സ്ട്രിമിറ്റിയിലോട്ട് വരുമ്പോഴത്തേക്കിനും നമ്മുടെ താഴ്ഭാഗത്ത് കാലിൻ്റെ താഴ്ഭാഗത്തോട്ടുള്ള ഏരിയസിനെയാണ് നമ്മൾ ലോവർ എക്സ്ട്രിമിറ്റീസ് എന്ന് പറയുന്നത്. ഫീമർ ആണ് മെയിനായിട്ടത്. പിന്നെ പെറ്റല്ല, 2 പെറ്റല്ലാസ് ഉണ്ട്, ഫിബുല, ടിബിയ, ഇതെല്ലാം 2 പേരുണ്ട്. പിന്നെ വരുന്നതാണ് ടാർസൽ ബോൺസ്, മെറ്റാടാർസൽസ് ബോൺസ്, ഫാലഞ്ചസ് 28 അത് കൂടുന്നതാണ് നമ്മുടെ കാൽപ്പത്തി രൂപം കൊള്ളുന്നത്. അപ്പോൾ ഇനി നമ്മൾ സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ബോൺസ് തന്നെ 2 ഉണ്ട്, ആക്സിയലും അപ്പെൻഡിക്കുലറും ഉണ്ട്. ആക്സിയൽ എന്ന് പറഞ്ഞാൽ സ്കള്ള്, തൊറാസിക് കേജ്, വെർട്ടിബ്രേസ് ഇത് കൂടുന്നതാണെന്നും, അപ്പെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഷോൾഡർ ഗ്രിഡ്സും അപ്പർ എക്സ്ട്രിമിറ്റീസും ലോവർ എക്സ്ട്രിമിറ്റീസും കൂടുന്നതാണ് നമ്മൾ പഠിച്ചത്. കോമൺലി നമ്മൾ മാക്സിമം ഇതിന് പാഠം വരച്ച് വെച്ചിട്ട് നമുക്ക് നല്ല മാർക്ക്, രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് വെരി ഈസിലി നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ബോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ബോൺസിൻ്റെ ക്ലാസിഫിക്കേഷനൊക്കെ പഠിച്ചു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ.